ഹായ് ഓൾ. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫൗണ്ടേഷൻ പേപ്പർ 3 ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ജാനുവരി 26 റിവിഷൻ ടെസ്റ്റ് പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ്. സോ ആസ് യൂഷ്വൽ 30 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് RTPയിൽ വന്നിരിക്കുന്നത്. സോ ഇത്തവണ നമുക്ക് RTPയിൽ ലോജിക്കൽ റീസണിങ് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. മാത്സിലെയും സ്റ്റാറ്റിലായിട്ടാണ് നമുക്കൊരു 30 ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. സ്ട്രൈറ്റ് അവേ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒബ്വിയസ്ലി നമുക്ക് എപ്പോഴും RTP ഓർഡറിലാണ് വരാറുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്, റേഷ്യോയിലെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? A:B 3:4. ദാറ്റ് മീൻസ് റേഷ്യോ മീൻസ് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ആണ്. A:B നമുക്ക് എന്ത് ചെയ്യാം? നോൺ സീറോ നമ്പറായ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ A ആക്ച്വൽ വാല്യൂ 3x, B ആക്ച്വൽ വാല്യൂ 4x എടുക്കാം. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? 2a plus 3b is to 3a plus 4b ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ദാറ്റ് മീൻസ് നമുക്ക് എക്ക് 3x കൊടുത്താൽ 2 ഇൻറ്റു 3x പ്ലസ് 3 ഇൻറ്റു 4x ഈസ് ടു 3 ഇൻറ്റു 3x പ്ലസ് 4 ഇൻറ്റു 4x. സോ ദാറ്റ് മീൻസ് 2 ഇൻറ്റു 3 6x പ്ലസ് 12 6x plus 12x is to 9x plus 16x. So that means എന്ത് കിട്ടും? 18x is to 25x. സോ നമുക്ക് റേഷ്യോ മീൻസ് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ആണ്. എക്സ് ക്യാൻസൽ ചെയ്താൽ അല്ലെങ്കിൽ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 18 is to 25. 18 is to 25. 18 is to 25. 18 is to 25 is the right answer, choice A. സോ ഇവിടെ നമുക്ക് ആക്ച്വലി നമുക്ക് രണ്ട് സൈഡിലും ഒരേപോലെ എയും ബിയും ഒരു പവർ സെയിം ആയിട്ട് വരുന്നതുകൊണ്ട് എയും ബിയും ആഡ് ചെയ്ത് വരുന്നത് കൊണ്ടും നമുക്ക് എന്താണ് 3:4 എയ്ക്കും ബിക്കും 3ഉം 4ഉം ഇട്ട് കൊടുത്ത് ഒറ്റയടിക്ക് നമുക്ക് ആൻസറിലേക്ക് എത്താം. ജസ്റ്റ് 3ഉം 4ഉം ഇട്ട് കൊടുത്താൽ നമുക്ക് നേരെ എന്ത് കിട്ടും? 18:25. അങ്ങനെയും ചെയ്യാം. ബട്ട് ഇവിടെ ഏതെങ്കിലും സ്ക്വയറിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അതിന് ചെറിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ടാണ് നമ്മൾ നോർമൽ മെത്തേഡിൽ തന്നെ ചെയ്തത്. A:B 3:4 എന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ആണ്. ദെർഫോർ ആക്ച്വൽസ് നമ്മൾ എന്ത് ചെയ്തു? എക്സ് എന്ന് പറയുന്ന നോൺ സീറോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ ആക്ച്വൽ വാല്യൂ ഇട്ട് കൊടുത്ത് ആൻസറിലേക്ക് വന്നു. 18:25. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ. സോ നമ്മുടെ ഈ ഒരു RTP ക്വസ്റ്റ്യനിൽ ഏറ്റവും നല്ല ക്വസ്റ്റ്യൻ എന്ന് പറയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. 2 alloys contain silver and copper in the ratio 3:1 and 5:3. In what ratio 2 alloys should be added to get to a new alloy having silver and copper in the ratio 2:1? So that means alloy 1 silver is to copper in the ratio 3:1 ആണ്. So that means total 4 parts-ൽ 3 parts silver ആണ്. So that means silver നമുക്ക് എങ്ങനെ എടുക്കാം? 3/4. ടോട്ടൽ 3 + 1 4 പാർട്ടിൽ 3 parts സിൽവർ ആണ് എന്നാണ് എൻ്റെ മീനിങ്. ആൻഡ് കോപ്പറോ 1/4. 1/4. അതേപോലെ അലോയ് 2 എടുത്തു കഴിഞ്ഞാൽ സിൽവർ ഈസ് ടു കോപ്പർ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? 5:3 ആണ്. ദാറ്റ് മീൻസ് സിൽവർ 5/8 ആൻഡ് കോപ്പർ 3/8 ആണ്. ദെൻ ഈ രണ്ട് അലോയും അലോയ് 1ഉം അലോയ് 2ഉം ഏതോ ഒരു റേഷ്യോയിൽ മിക്സ് ചെയ്തപ്പോൾ പുതിയൊരു അലോയ് കിട്ടി. അതിൽ സിൽവർ ഈസ് ടു കോപ്പർ എന്താണ് റേഷ്യോ? 2:1 ആണ്. 2:1 ആണ്. സോ നമുക്ക് ലെറ്റ് അലോയ് 1 ആൻഡ് അലോയ് 2 ആർ മിക്സ്ഡ് ഇൻ ദ റേഷ്യോ x:y. ദെൻ സോ നമുക്ക് പുതിയ അലോയ് കിട്ടുന്നത് 2:1 ആണ്. അതെങ്ങനെ നോക്കാം? സിൽവർ ഈസ് ടു കോപ്പർ. ദാറ്റ് മീൻസ് ഫസ്റ്റ് അലോയിൽ നിന്ന് എക്സ് ആണെങ്കിൽ സെക്കൻഡ് അലോയിൽ നിന്ന് വൈ ആണ് വരേണ്ടത്. ദെയർഫോർ നമുക്ക് സിൽവർ എങ്ങനെ എടുക്കാം? ഫസ്റ്റ് അലോയിൽ 3/4x ആണ് മിക്സ് ചെയ്തത്. പ്ലസ് സിൽവർ സെക്കൻഡ് അലോയിൽ നിന്ന് സിൽവർ എത്ര വരും? 5/8y ഈസ് ടു എത്ര വരും? 1/4x പ്ലസ് 3/8y എന്ന് പറയുന്നത് എത്രയാണ്? 2:1 ആണ്. 2:1 ആണ്. സോ ദാറ്റ് മീൻസ് നമുക്കിവിടെ LCM എടുക്കുമ്പോൾ എങ്ങനെ വരും? 8 ആണ്. 4ൻ്റെയും 8ൻ്റെയും LCM 8 ആണ്.
Therefore ഫസ്റ്റ് ടേമിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിവൈഡ് ബൈ 4 ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് വരും 2 വരും 8 ഇൻറ്റു ഫസ്റ്റ് സോ LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 8 കൊണ്ട് വേണമെങ്കിൽ സ്റ്റെപ്പ് കൂടെ ഒന്ന് എഴുതാം 8 ഇൻറ്റു 3/4 x പ്ലസ് 8 ഇൻറ്റു 5/8 y ഈസ് ടു ഇവിടെയും 4ഉം 8ഉം LCM സോ 8 ഇൻറ്റു 1/4 x പ്ലസ് 8 ഇൻറ്റു 3/8 y ഈക്വൽ ടു 2 ഈസ് ടു 1. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം 8 4 2 വരും 2 ഇൻറ്റു 3x ദാറ്റ് മീൻസ് 6x പ്ലസ് നമുക്കിവിടെ ഓൾ ഡിവൈഡഡ് ബൈ LCM കൂടെ വരും 6x പ്ലസ് 8 ഇവിടെ ഗെറ്റ് ക്യാൻസൽഡ് 5y 6x plus 5y divided by 8 is to 2x plus 3y. വേറൊന്നും ചെയ്തിട്ടില്ല ഇവിടെ 4 8 2 വരും 8 8 ക്യാൻസൽ ആകും the whole divided by 8 equal to 2 is to 1. So that means നമുക്ക് എങ്ങനെ എഴുതാം 6x plus 5y divided by 8. Ratio means fractionally divided by 2x plus 3y divided by 8 equal 2/1. So that means 6x plus 5y divided by 8 division means എന്താണ് reciprocal കൊണ്ട് multiply ചെയ്യാം 2x plus 3y equal to 2/1. That means നമുക്ക് എന്ത് ക്യാൻസൽ ചെയ്യാം 8 get cancelled. That implies ഇതെങ്ങനെ വരും 6x plus 5y divided by 2x plus 3y equal to 2/1. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം സോ ദാറ്റ് ഇംപ്ലൈസ് 2 കൊണ്ട് 4x plus 6y equal to 6x plus 5y. So that means നമുക്ക് എങ്ങനെ എഴുതാം 2y അപ്പുറം വരുമ്പോൾ y equal to y is equal to 2x. അതൊന്നും ചെയ്തിട്ടില്ല ഇവിടെ 5y ഇവിടെ വരുമ്പോഴത്തേക്ക് മൈനസ് ആവും 6y മൈനസ് 5y y വരും 6x മൈനസ് 4x 2x വരും നമുക്ക് വേണ്ടത് x that implies x by y equal to എന്ത് വരും 1/2 that implies x is to y എത്ര വരും 1 is to 2. X is to y is equal to 1 is to 2. Choice B. Okay, x is to y equal to 1 is to 2. 1 is to 2. 1 is to 2. Okay, then third question, login question. Login definition use ചെയ്ത് ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ log root cube root of 2 to the base x is equal to 1/15. So ലോഗിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് ബേസിനെ ഇത്രയും ടൈം പവർ ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടേണ്ടത് ക്യൂബ് റൂട്ട് ഓഫ് 2. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം എക്സ് റേസ്ഡ് ടു 1/15 ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 2. സോ ദാറ്റ് മീൻസ് എക്സ് റേസ്ഡ് ടു 1/15 ഇസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 2 എങ്ങനെ എഴുതാം 2 റേസ്ഡ് ടു 1/3. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ആണ് ദാറ്റ് ഇംപ്ലൈസ് എക്സ്. സോ എക്സ് കണ്ടുപിടിക്കാനായിട്ട് ഈ പവറിലുള്ള ഇൻഡെക്സിനെ LHS RHS കൊണ്ടുപോയി തരും അതിൻ്റെ റെസിപ്രോക്കൽ ദാറ്റ് മീൻസ് എങ്ങനെ എഴുതാം 2 റേസ് ടു 1/3 ദ ഹോൾ റേസ് ടു 15. സോ ദാറ്റ് മീൻസ് എന്ത് വരും ഇൻഡിസസിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ 2 റേസ് ടു 15/3 എത്രയാണ് 5 ആണ് 2 റേസ് ടു 5 എത്രയാണ് 32. സോ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരുന്നു 32. എക്സ് ഇസ് ഈക്വൽ ടു 32. എക്സ് ഇസ് ഈക്വൽ ടു 32. Then next question, fourth question, alpha and beta are the roots of the equation 2x square minus 4x minus 3 equal to 0. Then find the value of alpha square plus beta square. So നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ട് 2x square minus 4x minus 3
ഈക്വൽ ടു 0 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ആണ് ആൽഫയും ബീറ്റയും. സോ രണ്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. എന്താണ്? സം ഓഫ് റൂട്ട്സ് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു മൈനസ് ബി ബൈ എ. ദാറ്റ് മീൻസ് മൈനസ് ഓഫ് minus 4 divided by 2, that means 2. Then alpha into beta, c by a, that means minus 3 divided by 2, minus 3 divided by 2. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. ബട്ട് നമുക്ക് ഏത് ഫോർമാറ്റിലേ അറിയുള്ളൂ? ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ ഇൻറ്റു ബീറ്റയും ഫോർമാറ്റിലേ അറിയുള്ളൂ. സോ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഏത് ഫോമിൽ യൂസ് ചെയ്യാം? ബേസിക്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ക്യാൻ ബി റിട്ടൺ ആസ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് 2ab. ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ, ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ആൽഫ ബീറ്റ. നമുക്ക് എല്ലാം അറിയാവുന്നല്ലേ? ആൽഫ പ്ലസ് ബീറ്റ അറിയാം, ആൽഫ ബീറ്റ അറിയാം. നേരെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു മൈനസ് 3/2. That implies 4. Then 2 cancel ആയി കഴിഞ്ഞാൽ minus of minus 3, that means plus 3 കിട്ടും. 7 is the right answer. Answer is equal to 7. 7 is the right answer. 7 is the right answer. Okay. Then fourth one. Inequalities എന്നുള്ള question. SRA plans to invest up to 30,000. സോ അപ് ടു 30,000 എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? മാക്സിമം അല്ലെങ്കിൽ അറ്റ്മോസ്റ്റ് 30,000. ദാറ്റ് മീൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. രണ്ട് സ്റ്റോക്കിലാണ്, സ്റ്റോക്ക് എക്സും സ്റ്റോക്ക് വൈയും. എക്സിന് എക്സ് എന്നും ഇസ് പ്രൈസ്ഡ് അറ്റ് 175 ആൻഡ് സ്റ്റോക്ക് വൈ പ്രൈസ് ചെയ്യുന്നത് 95 പെർ ഷെയർ ആണ്. ദാറ്റ് മീൻസ് സോ സ്റ്റോക്ക് എക്സ് യൂണിറ്റ്സ് ആണ് മേടിക്കുന്നത്. ഒരു യൂണിറ്റിന് നമുക്ക് 175 ആണെങ്കിൽ എങ്ങനെ എഴുതാം? അത് 175 എക്സ് ആണ് ടോട്ടൽ. എക്സിൻ്റെ പുറത്ത് വന്ന കോസ്റ്റ് പ്ലസ് 95 വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30,000. സോ ചോയ്സ് എന്ത് വന്നു? എ. ചോയ്സ് എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ, മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസ്. The difference between compound interest and simple interest on a certain sum for 2 years. സോ 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് വന്നിട്ടുണ്ട്. 13.5 ആണ്. റേറ്റ് 6% ആണ്. സോ സി ഐ മൈനസ് എസ് ഐ ഫോർ 2 years. ഓക്കെ, എങ്ങനെ എഴുതാം? 13.50 ആണ്. ഇതിന് ഏത് ഫോമിൽ യൂസ് ചെയ്യാം? പി ഐ സ്ക്വയർ ആണ് 13.5. ദാറ്റ് ഇംപ്ലൈസ് പി ഇൻറ്റു ഐ എത്രയാണ്? 0.06 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 13.5. ദാറ്റ് ഇംപ്ലൈസ് പി ഈക്വൽ ടു 13.5 ഡിവൈഡ് ബൈ 0. കിട്ടും 3750. സം എത്രയാണ്? പ്രിൻസിപ്പൽ 3750. 3750. Okay. Then next question, effective rate of interest corresponding to nominal rate 3% payable half yearly. So effective rate of interest formula എന്താണ്? E is equal to payable half yearly ആണെങ്കിൽ 1 plus I by 2 the whole square minus 1 into 100. So that means എങ്ങനെ എഴുതാം? 1 plus 0.03 divided by 2 the whole square minus 1 into 100. So that implies 1.03 divided by 2. 1.015 the whole square minus 1 into 100. 1.015 into equal to minus 1 into 100. Right? 3.0225% per annum. Choice C. Choice C is the right answer. Choice C. Then next one. Every 2 persons shake hands with each other in a party and total number of handshakes is 66. So നമുക്കറിയാം
രണ്ട് പേര് ചേരുമ്പോഴാണ് ഒരു ഹാൻഡ് ഷേക്ക് പോസിബിൾ. ദാറ്റ് മീൻസ് രണ്ട് പേരുടെ കോമ്പിനേഷനാണ് ഒരു ഹാൻഡ് ഷേക്ക് പോസിബിൾ ആകുന്നത്. സോ ദാറ്റ് മീൻസ് നമുക്ക് ലെറ്റ് നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻ ദാറ്റ് പാർട്ടി, ലെറ്റ് നമ്പർ ഓഫ് ഗെറ്റ്സ് ഈക്വൽ ടു n. ദെൻ ഈ n പേഴ്സൺസ്, n ഗസ്റ്റിലെ രണ്ട് പേരുടെ കോമ്പിനേഷനാണ് നമുക്കൊരു ഹാൻഡ് ഷേക്ക് തരുന്നത്. അങ്ങനെ NC2 ഹാൻഡ് ഷേക്സ് ഉണ്ടാകും. രണ്ട് പേര് വെച്ചുള്ള n പേഴ്സൺസ് ഉണ്ട്, രണ്ട് പേര് വെച്ചുള്ള കോമ്പിനേഷൻ NC2 കോമ്പിനേഷൻസ് ഉണ്ട്. എത്രയാണത്? 66 ആണ്. സോ NC2 ക്യാൻ ബി റിട്ടൺ ആസ് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n minus 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഈക്വൽ ടു 66. സോ ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എങ്ങനെ എഴുതാം? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n minus 2 ഫാക്ടോറിയൽ ഈക്വൽ ടു 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും 66 ഇൻറ്റു 2 132 വരും. സോ n ഫാക്ടോറിയൽ ക്യാൻ ബി റിട്ടൺ ആസ് n ഇൻറ്റു n minus 1 ഇൻറ്റു n minus 2 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n minus 2 ഫാക്ടോറിയൽ ഈക്വൽ ടു 132. സോ n minus 2 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്താൽ n ഇൻറ്റു n minus 1 ഈക്വൽ ടു 132. സോ ഒരു കാരണവശാലും n അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കാൻ നിൽക്കരുത്. നേരെ n ചോയ്സ് ഇട്ട് കൊടുക്കുക. n 11 കൊടുത്താൽ 11 ഇൻറ്റു 10 132 വരത്തില്ല, 110 ആണ്. n 12 കൊടുത്തേ 12 ഇൻറ്റു 11 എക്സാക്ട്ലി 12 ഇൻറ്റു 11 കിട്ടും 132 കിട്ടും. ദെയർഫോർ ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാം? n ഈക്വൽ ടു 12. സോ 12 പേഴ്സൺസ് ഉണ്ടെങ്കിലാണ് നമുക്ക് എത്ര ഹാൻഡ് ഷേക്സ് പോസിബിൾ ആകുന്നത്? 66 ഹാൻഡ് ഷേക്സ് പോസിബിൾ ആകുന്നത്. ദെൻ ഹാൻഡ് ഷേക്സ് പോലെ തന്നെ ഇതുമെല്ലാം നമ്മൾ റെഗുലർ ബാച്ചിൽ ചെയ്യുന്ന അതേ ക്വസ്റ്റ്യൻ. എക്സാമിനേഷൻ, ദ വേസ് ഓഫ് സെലക്ടിങ് 4 ലെറ്റേഴ്സ് ഫ്രം ദ വേർഡ് എക്സാമിനേഷൻ. സോ നമുക്ക് ഫസ്റ്റ് എക്സാമിനേഷൻ. സോ ഈ എക്സാമിനേഷൻ എന്ന് പറയുന്ന വേർഡിലെ എല്ലാ ലെറ്റേഴ്സും ഡിഫറെൻ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് 4 ലെറ്റേഴ്സ് സെലക്ട് ചെയ്യാൻ എളുപ്പമാണ്. 8C4 മതിയായിരുന്നു. പക്ഷേ ഇവിടെ സം ലെറ്റേഴ്സ് എന്താണ് സെയിം ആയിട്ട് വരുന്നുണ്ട്. എക്സാമിനേഷൻ. സോ എക്സാമിനേഷൻ ടോട്ടൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11. സോ ടോട്ടൽ 11 ലെറ്റേഴ്സ് എക്സാമിനേഷനിൽ. ദെൻ ഇ, ദെൻ എക്സ്, ദെൻ എ 2 തവണ വരുന്നുണ്ട്, ദെൻ എം, ദെൻ ഐ 2 തവണ വരുന്നുണ്ട്, ദെൻ എൻ 2 തവണ വരുന്നുണ്ട്, ഒ. So that implies എത്ര ഡിഫറെൻറ്റ് ലെറ്റേഴ്സ്? 1 2 3 4 5 6 7 8 ഡിഫറെൻറ്റ് ലെറ്റേഴ്സ്. ഇ, എക്സ്, എ, എം, 2 ഐ, 2 എൻ, ഒ, ടി. സോ ദാറ്റ് മീൻസ് 8 ഡിഫറെൻറ്റ് ലെറ്റേഴ്സ്. സോ നമുക്ക് എത്ര ലെറ്റേഴ്സ് ആണ് സെലക്ട് ചെയ്യേണ്ടത്? 4 ലെറ്റേഴ്സ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് 3 കേസ് ആയിട്ട് എടുക്കാം. കേസ് 1, all 4 letters are different. സോ നമ്മൾ എടുക്കുന്ന 4 ലെറ്റേഴ്സും ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് ആണെങ്കിൽ നമ്പർ ഓഫ് സെലക്ഷൻസ് എങ്ങനെ എഴുതാം? എത്ര ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് ഉണ്ട്? 8 ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് ഉണ്ട്. അതിൽ നിന്നും 4 സെലക്ട് ചെയ്യുകയാണ്. 8C4 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ആണ്. 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 24 70 കിട്ടും. ഓർ മീൻസ് എന്താണ്? ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് കൗണ്ടിങ് പ്രകാരം നമ്മൾ ഓർ കണ്ടാൽ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഓർ കേസ് 2 എന്താണ്? നമുക്ക് 4 ലെറ്റേഴ്സ് സെലക്ട് ചെയ്യണം. അതിൽ 2 എലേക്ക് ആയിക്കോട്ടെ, അതർ 2 എന്താണ്? ഡിഫറെൻ്റ് ആയിട്ട് വരണം. നമുക്ക് 4 ലെറ്റേഴ്സിൽ 2 ലെറ്റേഴ്സ് എലൈക്ക് ആൻഡ് other 2 different. So that means നമുക്ക് number of selections is equal to, നമുക്ക് എത്ര എലൈക്ക് പേഴ്സ് ഉണ്ട്? എ, ഐ, എൻ, എൻ. സോ ഇത് 3 എലൈക്ക് പേഴ്സ് ഉണ്ട്. അതിൽ ഒരെണ്ണം സെലക്ട് ചെയ്താൽ നമുക്ക് എന്താണ്? എലൈക്ക് ആയിട്ടുള്ള 2 ലെറ്റേഴ്സ് കിട്ടും. ദാറ്റ് മീൻസ് ഔട്ട് ഓഫ് 3 സെലക്ട് 1 ആൻഡ് ഇൻ 2. സോ ദാറ്റ് മീൻസ് ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്.
നമ്മൾ ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു എലേക്ക് പെയർ സെലക്ട് ചെയ്തു, എ ആണ് സെലക്ട് ചെയ്യുന്നത് വെക്കുക. അപ്പോൾ 2 ലെറ്ററായി. ഇനി എത്ര റിമൈനിങ് ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് ഉണ്ട്? ഇ ഉണ്ട്, എക്സ് ഉണ്ട്, എം ഉണ്ട്, ഐ ഉണ്ടോ? ആ എലേക്ക് പെയർസ് വരുന്നെങ്കിലും അതിനെ എന്താണ്, അതിൽ ഏതോ ഒന്നേ എടുത്തുള്ളൂ, ബാക്കിയുള്ള 2 എണ്ണം എന്താണ്, ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് ആയിട്ട് എടുക്കണം. ദെർഫോർ 1 2 3 4 5 6 7 ഡിഫറെൻറ്റ് ലെറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി 2 എണ്ണമല്ലേ എടുത്തിട്ടുള്ളൂ. ഒരു എലേക്ക് പെയർ പിക്കുക മീൻസ് 2 ലെറ്ററല്ലേ ആയിട്ടുള്ളൂ, ബാക്കി 2 ലെറ്ററും കൂടെ നമ്മൾ സെലക്ട് ചെയ്യണം. ഔട്ട് ഓഫ് 7 സെലക്ട് 2. ഇങ്ങനെ എഴുതാം 7C2. 3C1 3 ആണ്, 7C2 21 ആണ്. therefore എത്ര വന്നു? 63 പ്ലസ് ഓർ അടുത്ത കേസ് ഓർ കേസ് 3. കേസ് 3 then കേസ് 3 എന്ത് പറയാം? 2 letters alike and other 2 also alike. സ്റ്റുഡൻസ് ഇവിടെ നോർമലി ഒരു മിസ്റ്റേക്ക് വരുത്തുന്നത് 4 letters alike എന്ന് പറയും. അങ്ങനെ 4 letters alike ആയിട്ടുണ്ടോ? ഇല്ല. സോ 2 എണ്ണം alike ആയിട്ടുള്ള ഒരു പേര് എടുക്കാം. അടുത്തതും എന്താണ്? alike ആയിട്ടുള്ള പേരിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യാം. ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം? 2 letters alike and other 2 also alike. So that means number of selections equal to number of selections equal to ആണ് 3 alike pairs അല്ലേ ഉള്ളത്? എ ഐ എൻ എൻ. ഇത് 3-ൽ നിന്ന് 2 എണ്ണം സെലക്ട് ചെയ്യുന്നു. എങ്ങനെ എഴുതാം നമുക്ക്? 3C2. 3C2 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 3C1 തന്നെയാണ്, 3 തന്നെയാണ്. ദാറ്റ് മീൻസ് ടോട്ടൽ 70 plus 63 plus 3. That means 136. 70 plus 63 plus 3. 136. 136 selections possible ആണ്. സോ കോളേജ് എക്സാമിനേഷൻ ആൻഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ റെഗുലർ ബാച്ചിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ എക്സാമിനേഷൻ RTPയിൽ ചോദിച്ചിരിക്കുന്നു. ദെൻ നെക്സ്റ്റ് വൺ. എ ബോക്സ് കണ്ടെയ്ൻസ് 7 red, 6 white and 4 blue balls. How many selections of 2 balls can be made so that none is red? നമ്മളിത് 3 ബോൾസിൻ്റെ കേസ് നമ്മൾ റെഗുലർ ബാച്ചിൽ ചെയ്തിട്ടുണ്ട്. ദെർഫോർ നമുക്ക് എന്ത് ചെയ്യാം? നൺ ഈസ് റെഡ്. സോ നമുക്ക് 7 red, 6 white, 4 blue balls. ദാറ്റ് മീൻസ് റെഡ് അല്ലാത്ത എത്ര ബോൾസ് ഉണ്ട്? റെഡ് അല്ലാത്ത 10 ബോൾസ്. സോ ഇതിൽ നിന്ന് 2 എണ്ണം സെലക്ട് ചെയ്താൽ നമുക്ക് റെഡ് അല്ലാത്ത 2 ബോൾ കിട്ടും. ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം? ഔട്ട് ഓഫ് 10 സെലക്ടിങ് 2 അറ്റ് എ ടൈം 10C2. 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 8 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ എത്ര വന്നു? 45. 45 is the right answer. 45. Okay. Then next one. Find the sum of 10 terms of find the sum of 10 terms of GP with the first term and common ratio being 8 and 3 respectively. So നമുക്ക് GP ആണെന്ന് തന്നിട്ടുണ്ട്. A എത്രയാണ്? 8 ആണ്, R 3 ആണ്. ദാറ്റ് മീൻസ് ഒബ്വിയസ്ലി ഗ്രേറ്റർ ദാൻ 1 ബിക്കോസ് നമുക്ക് GPയുടെ സം ഓഫ് ടേംസ് എടുക്കുന്ന ഫോമുല എന്തിൻ്റെ ബേസിസിലാണ്? R ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഒരു ഫോമുല, R ലെസ് ദാൻ 1 ആണെങ്കിൽ വേറൊരു ഫോമുല അല്ലേ? സോ SN R ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് ഏത് ഫോമിൽ എടുക്കാം? A ഇൻറ്റു R റൈസ് ടു N മൈനസ് 1 ഡിവൈഡഡ് ബൈ R മൈനസ് 1. നമുക്ക് കണ്ടുപിടിക്കേണ്ട S10 ആണ്. എത്രയാണ്? 8 ഇൻറ്റു എത്രയാണ്? 3 റൈസ് ടു 10 മൈനസ് 1 ഡിവൈഡഡ് ബൈ 3 മൈനസ് 1. സോ ദാറ്റ് മീൻസ് 8 ഇൻറ്റു 3 റൈസ് ടു 10 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2. സോ ദാറ്റ് മീൻസ് 4. 3 raised to 10. 3 into equal 2 times 3, 4, 5, 6, 7, 8, 9, 10 minus 1 into 4. 30. 2,36,000. 2,36,192. Choice D is the right answer. Choice D is the right answer. Then next one. Sum of progression. എന്ത് ടേമാണ് ചോദിച്ചിരിക്കുന്നത്? ഒരു പ്രോഗ്രഷൻ തന്നിരിക്കുന്നത് A plus B, then A, then A minus B, etc. നമുക്ക് SN കണ്ടുപിടിക്കണം എടുക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് AP ആണോ GP ആണോ എന്ന് അറിയണം. ഫസ്റ്റ് ടേമിൻ്റെ കൂടെ മൈനസ് ബി ആഡ് ചെയ്യുമ്പോഴാണ് A വരുന്നത്. സെക്കൻഡ് ടേമിൻ്റെ കൂടെ മൈനസ് ബി ആഡ് ചെയ്യുമ്പോഴാണ് തേർഡ് ടേം വരുന്നത്. ദെയർഫോർ ഫസ്റ്റ് ടേം A പ്ലസ് ബിയും കോമൺ ഡിഫറൻസ് മൈനസ് ബിയുമായിട്ടുള്ള AP ആണിത്.
എ പിയുടെ സം ഓഫ് എൻ ടേംസ്, എ പിയുടെ സം ഓഫ് എൻ ടേംസ് കണ്ടുപിടിക്കുന്ന ഫോമുല എന്താണ്? എൻ ബൈ 2 ഇൻറ്റു ഫസ്റ്റ് ടേം എ പ്ലസ് ബി, 2a പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ആണ്. ഇവിടെ ഫസ്റ്റ് ടേം എ പ്ലസ് ബി ആയതുകൊണ്ട് 2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു മൈനസ് ബി. സോ ദാറ്റ് ഇംപ്ലൈസ് എൻ ബൈ 2 ഇൻറ്റു 2a പ്ലസ് 2b മൈനസ് എൻ ബി പ്ലസ് ബി. So that means n by 2 into 2a plus നോക്കാം 2bയും ബിയും കൂടെ ആഡ് ചെയ്താൽ പ്ലസ് 3b മൈനസ് എൻ ബി. ഇങ്ങനൊരു ചോയ്സ് ഉണ്ടോ? അവിടെ ബി കോമൺ ആയിട്ട് എടുത്തിരിക്കുന്നു. ദാറ്റ് മീൻസ് എൻ ബൈ 2 ഇൻറ്റു 2a പ്ലസ് 3 മൈനസ് എൻ ഇൻറ്റു ബി. ഇങ്ങനൊരു ചോയ്സ് ഉണ്ടോ? എൻ ബൈ 2 ഇൻറ്റു 2a പ്ലസ് 3 മൈനസ് എൻ ഇൻറ്റു ബി. ചോയ്സ് B is the right answer. Choice B is the right answer. Then next one. A തന്നിട്ടുണ്ട് സെറ്റ്, ബി തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട്. A ക്രോസ് A ഈക്വൽ ടു സെറ്റ് 2 3, B ഈക്വൽ ടു സെറ്റ് 4 5, C ഈക്വൽ ടു സെറ്റ് 5 6. നമുക്ക് വേണ്ടത് ഫസ്റ്റ് ബി ഇൻ്റർസെക്ഷൻ സി. ബിയിലും സിയിലും കോമൺ ആയിട്ട് എന്ത് മാത്രമേ ഉള്ളൂ? 5 മാത്രമേ ഉള്ളൂ. 5. സോ നമുക്ക് വേണ്ടത് എ ക്രോസ് ബി ആണ്. സോറി, എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി ആണ്. സോ എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് ഓൾ ഓഡേഡ് പെയേഴ്സ്, സെറ്റ് ഓഫ് ഓൾ ഓഡേഡ് പെയേഴ്സ്. ഫസ്റ്റ് മെമ്പർ എവിടെ നിന്ന് വരണം? എയിൽ നിന്ന് വരണം. സെക്കൻഡ് മെമ്പർ എ ബി ഇൻ്റർസെക്ഷൻ സിയിൽ നിന്ന് വരണം. ദെർഫോർ എങ്ങനെ എടുക്കാം? 2 5, odded pair 2 5, then odded pair 3 5. Choice A is the right answer. Choice A. Then next one. Find f composite g of the function f of x തന്നിട്ടുണ്ട് x square and g of x തന്നിട്ടുണ്ട് x plus 1. f of x x square, g of x x plus 1. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ്. എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ്, ദാറ്റ് മീൻസ് എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സിൽ എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടേക്ക് എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യുക? ജി ഓഫ് എക്സിൻ്റെ ഫംഗ്ഷൻ വാല്യൂ ആയ എക്സ് സ്ക്വയർ ഉണ്ട്. അതായത് ഈ എക്സിന് പകരം എക്സ് പ്ലസ് 1 ഇട്ട് കൊടുക്കുക. ഇതൊരു എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. എക്സ്പാൻഡ് പോലും ചെയ്തിട്ടില്ല. ചോയ്സ് ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ദെൻ നെക്സ്റ്റ് വൺ, ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റിയിലെ ക്വസ്റ്റ്യൻ. സോ ലാസ്റ്റ് ടൈം നമുക്ക് 6th ചാപ്റ്ററിൽ നിന്ന് സെപ്റ്റംബർ എക്സാമിന് ലിമിറ്റ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. നമുക്ക് ജാനുവരി എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. ലിമിറ്റ്സിലും കണ്ടിന്യൂറ്റിയിലെയും ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ രണ്ടും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ജാനുവരി 26 എക്സാമിലേക്ക് ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റിയിലെ ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻ ഇതാണ്: ലിമിറ്റ് എക്സ് ടെൻസ് ടു ടി x cube minus t cube divided by x square minus t square. x square minus t square. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ലിമിറ്റിന് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നേരെ എക്സിന് ടി ഇട്ട് കൊടുക്കും. എക്സിന് ടി ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? ന്യൂമറേറ്ററിൽ ടി ക്യൂബ് മൈനസ് ടി ക്യൂബ് എന്ന് വരും, താഴെ ടി സ്ക്വയർ മൈനസ് ടി സ്ക്വയർ എന്ന് വരും. ദാറ്റ് മീൻസ് 0/0 ഫോർമാറ്റ് വന്നു കഴിഞ്ഞാൽ, സോ നമുക്ക് 0/0 ഫോർമാറ്റ് നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്നത് ഡെറിവേറ്റീവും കൂടെ പഠിച്ചിട്ടുള്ള എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുന്നതാണ്. ദാറ്റ് മീൻസ് നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കേണ്ട എന്ത് ചെയ്യും? ന്യൂമറേറ്ററിലുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കും, ഡിനോമിനേറ്ററിലുള്ള ഫംഗ്ഷൻ്റെയും ഡെറിവേറ്റീവ് എടുക്കും. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എടുക്കാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു ടി എക്സ് ക്യൂബ് വിത്ത് റെസ്പെക്ട് എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും? 3x സ്ക്വയർ. ടി ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്, ഡിവൈഡഡ് ബൈ, അതേപോലെ എക്സ് സ്ക്വയർ മൈനസ് ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും? 2x. എന്തെങ്കിലും കളയാൻ പറ്റുമോ? നമുക്ക് ഈ ഇത് ക്യാൻസൽ ചെയ്യാം, ഇത്. സോ ദാറ്റ് മീൻസ് ദെൻ നമുക്ക് നോക്കിയ ഡിനോമിനേറ്റർ 0 മാറി 2 ആയി കിട്ടി. എക്സിനെ ടി ഇട്ട് കൊടുത്തേ, ഇവിടേക്ക് എക്സിനെ ടി ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 3t ഡിവൈഡഡ് ബൈ 2 ഈസ് ദ റൈറ്റ് ആൻസർ. സോ അതായത് ചോയ്സിൽ 3/2 ഇൻറ്റു ടി, 3/2 ഇൻറ്റു ടി, 3/2 ഇൻറ്റു ടി. ദെൻ
നെക്സ്റ്റ് വൺ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2, 2x square minus 7x plus 6 divided by 5x square minus 11x plus 2. So x-ന് 2 ഇട്ട് കൊടുക്കുമ്പോൾ 2x square 4, 8 minus 14 plus 6, that means 14 minus 14 0 വരും. 2 4 20 minus 22 plus 2, that means നമുക്ക് എത്ര വന്നു 0/0 വന്നാൽ നമ്മളിവിടെ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം. ദാറ്റ് മീൻസ് ന്യൂമറേറ്ററിലുള്ള ഫംഗ്ഷന് ഡെറിവേറ്റീവ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലുള്ള ഫംഗ്ഷന് ഡെറിവേറ്റീവ്, ദെൻ എക്സിൻ്റെ വാല്യൂ 2 ഇട്ട് കൊടുക്കുക. നമുക്ക് ഒരു ഫൈനൈറ്റ് വാല്യൂ കിട്ടുമെങ്കിൽ അതായിരിക്കും നമ്മുടെ ആൻസർ. സോ 2x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും 4x മൈനസ് 7, 7xൻ്റെ 7. താഴത്തേതോ 10x മൈനസ് 11. ഇനി നോക്കിയേ എക്സിന് 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 20 മൈനസ് 11 9 ആണ്, 0 വരത്തില്ല. therefore നമുക്ക് ഡിനോമിനേറ്റർ 0 വന്നില്ലെങ്കിൽ പ്രൊസീഡ് ചെയ്യാം. സോ 2 ഇൻറ്റു 4, 4 into 8 minus 7, 8 minus 7 divided by 20 minus 11, that means എത്ര വന്നു 1/9, 1 divided by 9, 1 divided by 9 is the answer. ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി 2 ക്വസ്റ്റ്യൻസ് RTPയിൽ കയറി വന്നിരിക്കുന്നു. ദെൻ നെക്സ്റ്റ് വൺ ഇൻ്റഗ്രൽ, ഒരു ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. സോ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ 0 to 2 3x square dx. So that means 3 കോൺസ്റ്റൻ്റ് ആണ്. എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ എന്ത് കിട്ടും x cube by 3. ഇതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും 3 3 ഗെറ്റ് ക്യാൻസൽഡ്. സോ ദാറ്റ് മീൻസ് നമുക്ക് എന്ത് വരും എക്സ് ക്യൂബിലേക്ക് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തിട്ട് ഡിഫറൻസ് എടുക്കാം. 2 ക്യൂബ് മൈനസ് 0, ദാറ്റ് മീൻസ് എന്ത് വരും 8 മൈനസ് 0 8, 8 minus 0 8. X is equal to C, answer equal to 8. Then next one, the derivative of, direct question, derivative of. So ഇത് y എന്ന് എടുത്തു കഴിഞ്ഞാൽ 8x square minus 2x plus 5, ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x ആണ്. ദാറ്റ് മീൻസ് dy by dx. 8 കോൺസ്റ്റൻ്റ് ആണ്, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും 2x മൈനസ് 2 കോൺസ്റ്റൻ്റ് ആണ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. 5 കോൺസ്റ്റൻ്റ് ആണ്, 5ൻ്റെ കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് 0. ദാറ്റ് മീൻസ് എന്ത് കിട്ടും 16x മൈനസ് 2, 16x മൈനസ് 2. സോ അങ്ങനെ 18 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ബിസിനസ് മാത്തമാറ്റിക്സിൽ നിന്ന് ഈ ഒരു RTPയിൽ ചോദിച്ചിരിക്കുന്നത്. ദെൻ റിമൈനിങ് 12 ക്വസ്റ്റ്യൻസ് ഫ്രം സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഫസ്റ്റ് ചാപ്റ്ററിലെ തിയറി ക്വസ്റ്റ്യൻ, ദ എൻറ്റയർ അപ്പർ പാർട്ട് ഓഫ് എ ടേബിൾ ഈസ് കോൾഡ് ബോക്സ് ഹെഡ്. Then qualitative characteristic is known as attribute. Qualitative characteristic is known as attribute. Qualitative characteristic is known as attribute. Choice A. Then if each item is reduced by 12, then AM is. So AM എന്താണ് AM arithmetic mean is affected due to change of origin and scale. So that means ഇവിടെ നമുക്ക് 12 കുറഞ്ഞാൽ നമുക്ക് എന്താണ് ചേഞ്ച് ഓഫ് ഒറിജിൻ ആണെങ്കിലും ചേഞ്ച് ഓഫ് സ്കെയിൽ ആണെങ്കിലും അഫക്റ്റ് ചെയ്യും. സോ ദാറ്റ് മീൻസ് എല്ലാ നമ്പേഴ്സിൽ നിന്നും 12 കുറയ്ക്കാൻ മീൻസ് എന്താണ് അഫക്റ്റ് ചെയ്യും. ദാറ്റ് മീൻസ് അരിത്തമെറ്റിക് മീനും എത്രയായിരിക്കും റെഡ്യൂസ് ചെയ്യും 12, reduced by 12 because arithmetic mean is affected due to change of origin, change of scale. ഏത് കേസ് ആണെങ്കിലും നമുക്ക് എന്താണ് അഫക്റ്റ് ചെയ്യും. അതേ രീതിയിൽ ഇവിടെ കുറയാണ് റെഡ്യൂസ് ചെയ്യാണ്, therefore arithmetic mean എന്ത് ചെയ്യും 12 റെഡ്യൂസ് ചെയ്യും. Then next one, an ogive can be prepared in dash. സോ നമുക്ക് ആക്ച്വലി ogive എത്രയാണ് 2 ways. ഏതൊക്കെയാണത് ലെസ് ദാൻ ogive, then ഗ്രേറ്റർ ദാൻ ഒജീവ്. ആ രീതിയിൽ 2 ടൈപ്പ് ഓഫ് ഒജീവ്സ് ആണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് തിയറി ക്വസ്റ്റ്യൻസ് ആയിരുന്നു, 2-3 ക്വസ്റ്റ്യൻ തിയറി ആയിരുന്നു. ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻ കിട്ടി. ദെൻ നോർമൽ എക്സാമിന് നമുക്ക് ഇതേപോലെ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തിയറി ക്വസ്റ്റ്യൻ കിട്ടാറുണ്ട്. ദ മീഡിയൻ ഓഫ്. സോ മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ് മിഡിൽ മോസ്റ്റ് ആണ്, പക്ഷെ നമുക്ക് എന്താണ് അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതണം.
സോ ഇവിടെ 1 2 3 4 5 6 7 ആണ്. 7 ടേംസ് ആണുള്ളത്. ദാറ്റ് മീൻസ് എന്താണ്, ഫോർത്ത് ടേം ആയിട്ട് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതുമ്പോൾ ഫോർത്ത് ടേം ആയിട്ട് വരുന്നതായിരിക്കും എന്ത്, മീഡിയൻ. നമുക്ക് എഴുതാം. ഏറ്റവും ചെറിയ നമ്പർ എത്രയാണ്, 26 ആണ്. 26, then 27, then 30, then 37, 37, then 42, 44, 42, 44, 51, 1 2 3 4 5 6 7. സോ നമുക്ക് അസെൻഡിങ് ഓർഡറിൽ എഴുതി 1 2 3 4, ഫോർത്ത് ടേം ആണ് നമുക്ക് എന്ത് വരുന്നത്, മീഡിയൻ, മിഡിൽ ടേം. therefore മീഡിയൻ ഈക്വൽ ടു 37. ഫോർത്ത് ടേം ആണ് മീഡിയൻ വരുന്നത് 37. Okay. The next one, if the relation between x and y is given by 4x minus 6y equal to 13, if the median of x is 16. So median, okay, മീഡിയൻ്റെ കേസും എന്താണ്, അരിത്തമെറ്റിക് മീൻ പോലെ തന്നെ മീഡിയൻ ഈസ് അഫക്റ്റഡ് ഡ്യൂ ടു ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് സ്കെയിൽ. ഒറിജിൻ ആൻഡ് സ്കെയിൽ, ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് സ്കെയിൽ. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം, 4 into median of x minus 6 into median of y equal to 13. So that implies 4 into median of x 16 minus 6 median of y equal to 13. So 16 into 4, that means 64 minus 6 median of y equal to 13. That implies 64 minus 13 equal to 6 median of y. 64 minus 13, 51. So that implies median of y equal to 51 divided by 6. 51 divided by 6 എത്ര വന്നു, 8.5. ചോയ്സിലുണ്ടല്ലോ 8.5 is the right answer. Then next one, if r is equal to 0.8, then coefficient of determination എന്ത് വരും, coefficient of determination r square ആണ്, equal to എന്ത് വരും, 0.8 square equal to 0.64. 0.64 is the right answer. Then 2x plus 5y equal to 9. 2x plus 5y minus 9 equal to 0 and 3x minus y minus 5 equal to 0 are two regression equation. Find the value of mean of x and mean of y. സോ ഇത് നേരെ എന്ത് ചെയ്താൽ മതി, രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ നേരെ ചോയ്സ് മെത്തേഡിൽ രണ്ട് ഇക്വേഷൻ, ഒന്നുകിൽ രണ്ടും ഒരു സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻ ആണ്, എലിമിനേഷൻ മെത്തേഡിൽ സോൾവ് ചെയ്യാം. ബട്ട് ബെറ്റർ നമുക്ക് രണ്ട് വാല്യൂ തന്നിരിക്കുന്നുണ്ട്, എക്സും വൈയും ഇട്ട് കൊടുത്താൽ സ്യൂട്ട് ആകുന്നത് നോക്കിയാൽ മതി, രണ്ട് ഇക്വേഷനും സ്യൂട്ട് ആകുന്ന വാല്യൂസ് എടുത്താൽ മതി. ചോയ്സ് മെത്തേഡ്, ചോയ്സ് മെത്തേഡിൽ സോൾവ് ചെയ്യാം. ഫസ്റ്റ് എക്സിന് 2ഉം വൈക്ക് 1ഉം ഇട്ട് കൊടുത്ത് നോക്കാം. പുട്ട് എക്സ് ഈക്വൽ ടു 2, വൈ ഈക്വൽ ടു 1. എക്സിനെ 2 കൊടുത്തു കഴിഞ്ഞാൽ 2 into 2 4 പ്ലസ് 5 into 1 5 മൈനസ് 9 ഈക്വൽ ടു 0 കിട്ടുന്നുണ്ട്. ഫസ്റ്റ് വൺ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, സെക്കൻഡ് കൂടെ സാറ്റിസ്ഫൈ ചെയ്താൽ അതായിരിക്കും നമ്മുടെ ആൻസർ. നമുക്ക് 3 into 2 6 മൈനസ് 1 മൈനസ് 5 ഈക്വൽ ടു എക്സാക്ട്ലി 0 കിട്ടുന്നുണ്ട്. therefore ആൻസർ എന്താണ്, 2 and 1. 2ഉം 1ഉം ആണ്. then next one, when r is equal to 0, covariance of x. സോ നമുക്ക് r എന്ന് പറയാം, നമുക്ക് ഫോമുല ഒറ്റടിക്ക് തന്നെ പറയാം 0 ആണ് ആൻസർ, എങ്കിലും ആ ഫോമുല ഒന്ന് പറയാം. r is equal to covariance of xy divided by standard deviation of x into standard deviation of y. ഇത് 0 equal to covariance of xy divided by standard deviation of x into standard deviation of y. സോ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ഇങ്ങോട്ട് വന്നാൽ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, 0 ആയിട്ട് പോകും. ദാറ്റ് ഇംപ്ലൈസ് covariance of xy equal to എന്ത് വരും, 0. covariance of xy equal to 0. Then next one, two lines of regression become identical. So identical എപ്പോഴാണ്, r is equal to plus or minus 1. സോ രണ്ട് വരുമ്പോഴും എന്താണ്, ഐഡൻറ്റിക്കൽ ആണ്. സോ ആൻസർ എന്ത് വരും,
R is equal to +1, R is equal to -1, D. A or B is the right answer. 1 ആകാം -1 ആകാം, 1 and -1. Then for M by N classification of bivariate data, maximum number of conditional distributions. So ഇവിടെ തോന്നുന്നു ഒന്നുകിൽ ഇത് M+N എന്ന് പറയണം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഇവിടെ P/Q എന്നായിരിക്കും. ദെൻ മാക്സിമം നമ്പർ ഓഫ് കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻസ് എന്താണ് വരുന്നത്? കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻസ് വരുന്നത് ഇതിൻ്റെ അഡീഷനാണ്. സോ എന്താണ്? P+Q ആണ് വരുന്നത്. P+Q. ഓക്കെ. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 30th ക്വസ്റ്റ്യൻ. Circular test is satisfied by which index number? So ലാപ്ലേസ് സാറ്റിസ്ഫൈ ചെയ്യില്ല, പാഷേഴ്സ് വരില്ല, ഫിഷേഴ്സ് വരില്ല. ദെൻ വരുന്ന എന്താണ്? സിമ്പിൾ ജോമെട്രിക് മീൻ ഓഫ് പ്രൈസ് റിലേറ്റീവ് ആൻഡ് അഗ്രിഗേറ്റീവ് വിത്ത് ഫിക്സ്ഡ് വെയ്റ്റ്. ചോയ്സ് ഡി ആണ് വരുന്നത്. ഇൻഡെക്സ് നമ്പേഴ്സിൽ നിന്ന് ഒരു ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻ മാത്രം ചോദിച്ചിരിക്കുന്നു. നമുക്ക് നോർമലി ലാപ്ലേസും പാഷേഴ്സും ഫിഷേഴ്സും ഒക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാറുണ്ട്. അതിൽ നമുക്ക് 5 ക്വസ്റ്റ്യൻസ് വരെ കിട്ടാറുണ്ട്. സോ ഇത്രയാണ് നമ്മുടെ ജാനുവരി 26 ഉള്ള നമ്മുടെ RTP ഡിസ്കഷനിൽ വരുന്നത് 30 ക്വസ്റ്റ്യൻസ്. സോ നമ്മുടെ MTP1 MTP2 വരുന്നത് അനുസരിച്ച് നമ്മുടെ ഇതേപോലെ MTP1 മോഡൽ ടെസ്റ്റ് പേപ്പർ 1 2 ഒക്കെ ഡിസ്കഷനിൽ വരും. സോ നെക്സ്റ്റ് നമുക്ക് MTP1 കാണാം. ഓക്കെ, താങ്ക് യു.